ആതുര സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന തണൽ പാലിയേറ്റീവ് കൂട്ടായ്മ മുരിക്കാശ്ശേരിയിൽ നിർമ്മിച്ച റീഹാബിലിറ്റേഷൻ സെന്റർ നാടിന് സമർപ്പിച്ചു. 2006 മാഹിയിലെ പള്ളൂരിൽ തുടങ്ങി വടകര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് തണലിന്റെ പ്രവർത്തനം. തണൽ വീട്, സൗജന്യ ഡയാലിസിസ് സെന്റർ, പാലിയേറ്റീവ് കെയർ, ഫിസിയോതെറാപ്പി സെന്റർ, നിർധനരായ വൃക്കരോഗികൾക്ക് ജില്ലയിലെ 7 ഭാഗത്തു നിന്നും ഇവിടെ ഡയാലിസിസിനായി എത്തുന്നതിന് സൗജന്യ വാഹനം എന്നിവ ഉൾപ്പെടുന്നതാണ് മുരിക്കാശ്ശേരിയിലെ റീഹാബിലിറ്റേഷൻ സെന്റർ. പുനരധിവാസ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തണൽ വീട്ടിലെ താമസക്കാരിയായ ശാരദാമ്മയും പദ്ധതിയുടെ ഉദ്ഘാടനം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസും നിർവഹിച്ചു. 12ഓളം അമ്മമാര് ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. ആരും നോക്കാനില്ലാതെ വരുന്ന അമ്മമാരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡയാലിസിസ് ആണെങ്കിലും ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ആർക്ക് വേണമെങ്കിലും ഡയാലിസിസ് ചെയ്യാം, 1 രൂപ പോലും വാങ്ങിക്കില്ല. അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഡയാലിസിസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ കടമ. സ്വന്തം മക്കളെ കാരണവന്മാരെ നോക്കുന്നത് പോണക്കും അമ്മമാരും അച്ഛന്മാരും മക്കളെ നോക്കുന്നത് പോണക്കും തന്നെയാണ് കടലിലുള്ള ഓരോ അംഗങ്ങളും അവിടെ വരുന്ന ആളുകളെ നോക്കുന്നത്. ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ മുഖ്യപ്രഭാഷണം നടത്തി. അതായത് എല്ലായിടത്തും നമ്മുടെ കണ്ണും കൈയും നമ്മുടെ കർമ്മകരുതിയും ഒക്കെ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിലും ഒരുപാട് പരിമിതികൾ കൂടിക്കൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയിൽ അകപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരാതെ പോകുന്ന ഒട്ടനേകം ജീവിതങ്ങൾ വിവിധ തരത്തിലുള്ള 2008 മാഹിയിലെ പള്ളൂരിൽ തുടങ്ങി വടകര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് തണലിന്റെ പ്രവർത്തനം. 15 വർഷമായി ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിലെ 530 കേന്ദ്രങ്ങളിലായി 2 ലക്ഷത്തോളം പേർക്ക് തണൽ തുണയേകിയിട്ടുണ്ട്. തണൽ ജനറൽ സെക്രട്ടറി TI നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചി BCPL ചെയർമാൻ നൂർ മുഹമ്മദ് നൂർ സേഠ്, എൻഫോഴ്സ്മെന്റ് ജോയിന്റ് RTO നസീർ TI എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. തണൽ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ V ഇദ്രീസ്, പ്രസിഡന്റ് അൻവർ KH, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബിച്ചൻ തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, അലിയാർ KA, സുനിത സജീവ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ, ജില്ലാ കമ്മിറ്റി അംഗം ജോസ് പുലിക്കോടൻ, തണൽ മുരിക്കാശ്ശേരി രക്ഷാധികാരി സെയ്ദ് പോന്നപ്പാല, സെക്രട്ടറി മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു.